ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ ക്യാരക്ടർ, ദൈവത്തിന്റെ സ്വഭാവം, ദിവ്യ സ്വഭാവം എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അതിനാവശ്യമായ റിസോഴ്സസ് എല്ലാം തരുന്നു എന്ന് നമ്മൾ കണ്ടു. ആ റിസോഴ്സസ് എല്ലാം തന്നു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അതിനാവശ്യമുള്ളതെല്ലാം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഞാൻ പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതൊരിക്കലും ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയല്ല, ഇവിടെ നമ്മൾ ഈ കാര്യം വായിക്കുമ്പോൾ ഇത് ഒരു ആക്റ്റീവായിട്ടുള്ള ജീവിതമാണെന്നുള്ളതിന്റെ ഒരു തെളിവൂടെ ഇവിടെ പറയുന്നത്. അതായത് ഞാൻ ആദ്യം തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്താലുള്ള മോഹം വിട്ടൊഴിഞ്ഞാൽ മാത്രം പോരാ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമ്പോഴും നമ്മൾ പാസീവായിട്ടിരുന്നാൽ പോരാന്നാണ് നമ്മൾ കാണുന്നത്. എന്താണ്? ഒരു ആക്റ്റീവായിട്ട്, അതായത് എന്റെ ഭാഗത്തുനിന്നൊരു എഫേർട്ട് എടുത്തെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾ അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, ഈ പലപ്പോഴും നമ്മുടെ വിചാരം നമ്മൾ പാസീവായിട്ടിരുന്നാൽ മതി. അങ്ങനല്ല. പാസീവായിട്ടിരുന്നാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? സകല ഉത്സാഹവും കഴിച്ച്. ഇങ്ങനൊരു ലൈഫിൽ നമുക്കൊരു ഉത്സാഹമുണ്ടോ? ഈ പലപ്പോഴും ഉള്ള ഒരു പ്രോബ്ലം, നമ്മളിൽ മിക്കവർക്കും ഇങ്ങനെ ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള ഉത്സാഹമില്ല എന്നുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന, ഇപ്പൊ പിള്ളേരോട് നമ്മൾ ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല നമ്മുടെ ചിന്ത. എങ്ങനെയുണ്ട് ആത്മീയ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയും? കുഴപ്പമൊന്നുമില്ല. എന്താ പറഞ്ഞാലും നമ്മൾ പറയുന്നൊരു വാക്കാ എന്ത്? കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, എങ്ങനെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങ് പോകാനല്ല നമ്മൾ ക്രിസ്തീയ ജീവിതം തുടങ്ങിയിരിക്കുന്നത്. നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം? ഉത്സാഹം വേണം. സകല ഉത്സാഹവും കഴിച്ച്. നമ്മൾ ന്യൂട്രൽ ആയിരിക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാസീവ് ആയിരിക്കാനല്ല, എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതുമല്ല, എന്ത് ചെയ്യാനുണ്ടെന്ന്. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ കൂട്ടണം. നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോടെ സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. നിങ്ങൾക്കൊരു ആക്റ്റീവ് പാർട്ടുണ്ട്. ക്രിസ്ത്യൻ ലൈഫിൽ നിങ്ങൾക്കൊരു ആക്റ്റീവ് പാർട്ടുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന, ഇന്നത്തെ നമ്മളുടെ ആത്മീയതയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ പറയും, ഒരു വ്യക്തി നമ്മുടെ സഭയിൽ വരുന്നു, അവൻ കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, സിനിമ അങ്ങനെ പുറത്തു പോയി കാണുന്നില്ല, പിന്നെ വഴക്കുണ്ടാക്കുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെന്ത് പറയും? അവൻ വളരെ ആത്മീയനാണ് കേട്ടോ. എന്താ? അവനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മീയനാവോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. സ്പർജന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഐ ഡോണ്ട് സ്മോക്ക്, I don't drink, I don't do this, I don't do that, I don't do that. ഞാൻ അത് ചെയ്യത്തില്ല, ഞാൻ കള്ളു കുടിക്കത്തില്ല, ഞാൻ വ്യഭിചരിക്കത്തില്ല, ഞാൻ കള്ളം പറയത്തില്ല, ഞാൻ അത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പർജൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, കുറച്ചു നേരമായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ പറ. നമ്മുടെ ആത്മീയത ഇന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിനകത്താണ് ഇരിക്കുന്നത്. ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്. കാര്യം പിള്ളേരെ അങ്ങനെ പറഞ്ഞത്. ഇന്നിപ്പം സഭയിൽ ചെന്നാലും ഇത് തന്നെയാണ്. ഡോണ്ട് ഡു, ഡോണ്ട് ഡു, ഡോണ്ട് ഡു, അത്രയേ ഉള്ളൂ. എന്നാൽ എന്താ ചെയ്യണ്ടെന്നുള്ള പറ.
വേദപുസ്തകം ഡോണ്ട് 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 എന്ന് പറയുന്നതല്ല, ഡു ഡു എന്നൂടെ പറയുന്നുണ്ട്. ചിലപ്പോ ഈ വ്യാജകൃപക്കാർ പറയും നോ ഇറ്റ് ഈസ് ഓൾ ഡൺ 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 ദാറ്റ്സ് ഓൾ. പഴയ നിയമത്തിലെല്ലാം ഡു ഡു ആയിരുന്നു, പുതിയ നിയമത്തിൽ ഡൺ. അങ്ങനല്ല, ഡു എന്ന് എത്രയോ എടുത്ത് പറയുന്നുണ്ട് ഇല്ലേ? ഇവിടെ തന്നെ നമ്മളതല്ലേ പറയുന്നത്, നിങ്ങൾ കൂട്ടിക്കൊള്ളും, ഡു ദിസ് ഡു ദിസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേദോസം അറിയാൻ വയ്യാതെ അവിടുന്ന് ഇവിടുന്നും എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. ഡു ദിസ്. നിങ്ങൾക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്, എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ലോകത്താലുള്ള മോഹം വിടുക. പക്ഷെ ലോകത്താലുള്ള മോഹം വിട്ടാൽ മാത്രം പോരാ, അതിന് പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഒരു പോസിറ്റീവ് സൈഡ്. ബി ഗുഡ്, ബി ഡു. We need to see that we are not just resisting or avoiding something. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്നത് മാത്രമല്ല, പകരം നമുക്ക് ചെയ്യാനുള്ളതായ കാര്യം. ആക്റ്റീവ് സൈഡ്, ആക്റ്റീവ് സൈഡ്. അല്ലെങ്കിൽ ആ ഗുഡ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. പണ്ടൊരു പയ്യൻ എപ്പോഴും നോട്ടി ആയിട്ട് എല്ലാ കാര്യങ്ങളും അതും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവന്റെ അമ്മ അങ്ങ് മടുത്തങ്ങ്. അങ്ങനെ ചിലപ്പോഴുണ്ടല്ലോ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പൊ അവനോട് പറഞ്ഞു, ജോണി, ഐ വോണ്ട് യു ടു ബി ഗുഡ്, ഓക്കെ, ബി എ ഗുഡ് ബോയ്. ഇത് കേട്ട് കേട്ട് ഇവനും ഒത്തിരി മടുത്തോണ്ട് അവൻ ചിന്തിച്ചു, ഇന്ന് ഞാൻ എന്താണെങ്കിലും നല്ലതാകാൻ തീരുമാനിക്കുക, ഐ വോണ്ട് ടു ബി ഗുഡ്. അവൻ അങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക, ഗുഡ് ആകണമല്ലോ. അങ്ങനെ ഇരുന്നപ്പം വീട്ടിലെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അവൻ ആലോചിച്ചു, എടാ നല്ല കുട്ടിയാണെങ്കിൽ വീട്ടിലെ ക്ലോക്കൊക്കെ ശരിയാക്കണ്ടേ? അപ്പൊ ഇവനെന്ത് ചെയ്യുന്നറിയാമോ? ഈ ക്ലോക്ക് എടുത്ത് ശരിയാക്കാനായിട്ട് അവന് നീളമില്ലല്ലോ. അവൻ ആദ്യം ഒരു കസേര എടുത്തിട്ടു, അതിന്റെ മുകളിൽ ഒരു ടീപ്പോ വലിച്ചു കയറ്റി, അതിന്റെ മുകളിൽ മറ്റൊരു കസേര എടുത്തിട്ടിട്ട് 2 കുഷീനും എല്ലാം കൂടെ വെച്ച് മുകളിൽ കയറി ഏറ്റവും മുകളിൽ ക്ലോക്കയിലോട്ട് പിടിക്കുകയും ക്ലോക്കും ഇവനും കസേരയും എല്ലാം കൂടെ താഴെ. ശബ്ദം കേട്ടോണ്ട് അമ്മ ഓടി വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ താഴെ കിടക്കുക. ജോണി, വാട്ട് യു ഡു ദാറ്റ്? വാട്ട് യു ഡു ഹിയർ? ഇതെന്താണ് നീ കാണിച്ചേ? മാം, I wanted to be good, okay? You said that I need to be good. I wanted to be good. എനിക്ക് ഗുഡ് ആകണം, അതിന് ഞാൻ ചെയ്തതാ. ജോണി, I want you to be good, but good for nothing, okay? നീ നല്ലതൊക്കെ ആയിരിക്കാം, പക്ഷേ ഗുഡ് ഫോർ നത്തിങ് ആയിരിക്കണമെന്ന്. അങ്ങനെ കുറച്ച് ഗുഡ് ഫോർ നത്തിങ് ആൾക്കാരെ കൊണ്ട് സഭ നിറയ്ക്കാനല്ല, പ്രത്യുത ആക്റ്റീവായിട്ട് ജീവിക്കുന്ന കുറച്ചു പേരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യരുത്, എന്നാൽ ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കുകയും വേണം. ഇവിടെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് സകല ഉത്സാഹവും, ബിസൈഡ് ഗിവിംഗ് ഓൾ ഡിലിജൻസ്, ഭയങ്കര ഉത്സാഹമുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഞാൻ ഡിലിജന്റ് ആയിരിക്കണം. എനിക്ക് ജാഗ്രത, അതാ കുറച്ചുകൂടെ, സകല ജാഗ്രതയോടും കൂടെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നതായ ഒരു കാര്യം, ആഡ് ടു യുവർ ഫെയ്ത്ത്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. സപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അത് റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ല. യു കനോട്ട് റീപ്ലേസ് ജീസസ്, യു കനോട്ട് റീപ്ലേസ് ഫെയ്ത്ത്, യു കനോട്ട് റീപ്ലേസ് ഹോളി സ്പിരിറ്റ്, യു കനോട്ട് റീപ്ലേസ് ബൈബിൾ, യു കനോട്ട് റീപ്ലേസ് എനിത്തിങ് ഓഫ് ദ ബൈബിൾ. യു ക്യാൻ ജസ്റ്റ് സപ്ലിമെന്റ്, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് വേദപുസ്തകത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. വിശ്വാസത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധാത്മാവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചിലരുടെ ചിന്ത പരിശുദ്ധാത്മാവിനെ മ്യൂസിക് കൊണ്ട് റീപ്ലേസ് ചെയ്യാവുന്ന. ഇപ്പൊ ആൾക്കാരുടെ ചിന്തയാ, ഒരു ക്രൂസൈഡ് നടത്തണമെങ്കിൽ ആദ്യം ആലോചിക്കുന്നത് നല്ല ഇളക്കുന്ന പാട്ടുകാരുണ്ടെന്ന്. അവിടെ ഹോളി സ്പിരിറ്റോ വരത്തില്ല, എന്നാ പിന്നെ ഇവന്മാരെങ്കിലും വരട്ടെന്നായിരിക്കും ചിന്തിക്കുന്നത്. എനിക്കറിയാൻ മേലെ. യു കനോട്ട് റീപ്ലേസ് ഹോളി സ്പിരിറ്റ് വിത്ത് ലൗഡ് നോയ്സ്. സം പീപ്പിൾ തിങ്ക്, ചില ആളുകൾ ചിന്തിക്കുന്നത് വലിയ ശബ്ദം ഉണ്ടാക്കിയാൽ പരിശുദ്ധാത്മാവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന. ഇല്ല, നിങ്ങൾക്കൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഫെയ്ത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നോളജ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ദിവ്യജ്ഞാനം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഡിവൈൻ കോൾ, ദിവ്യ വിളി നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു റിസോഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് സപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അവിടെ സപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഞാനത് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് മൊത്തമായിട്ട് നമ്മൾ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം പോവുകയാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും, വെർച്യു ടു യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം അതിന് വീര്യമുള്ള വിശ്വാസം വേണം. എക്സലൻസ്, മാൻലിനെസ്, വീര്യം എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് അതിന്റെ പുരുഷത്വം, അല്ലെങ്കിൽ എന്താണ് പൂർണ്ണത, മാൻലിനെസ്, എക്സലൻസ്. വെറും വിശ്വാസം പോരാ, എന്ത് വേണം?
വീര്യമുള്ള വിശ്വാസം വേണം. വീര്യമുള്ള വിശ്വാസം. ഞാൻ പറഞ്ഞ വിശ്വാസം എന്താണ്? ദൈവവും യേശുവുമായിട്ട് യേശുവും നമ്മളെയും ലിങ്ക് ചെയ്യുന്നതാണ് വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് തൊടിച്ചു വെക്കുന്നതല്ല. എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് നമുക്ക് വേണം. ഇടയ്ക്ക് പൊട്ടിപ്പോകുന്ന ഒരു ഫെയ്ത്ത് അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാൻ വരുന്നില്ല, സ്ഥിരതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കാം. അങ്ങനൊരു ലൈഫ് അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരു വേർച്ച്, ഒരു പരാക്രമം, ഫെയ്ത്ത്, അതിനെക്കുറിച്ച് എന്റെ ഫെയ്ത്തില്, എന്റെ ആ യേശു കർത്താവുമായിട്ടുള്ള എന്റെ ലിങ്കിങ്ങിനകത്ത് എനിക്ക് ഒരു വലിയ ഒരു കൈൻഡ് ഓഫ് എനിക്ക് അതിനോടങ്ങ് ഒരു അഫിനിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പലപ്പോഴും ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ യേശുവായിട്ടുള്ള ലിങ്കിങ്ങില് ഒരു വലിയ ഒരു മോഹം നമുക്ക് പലപ്പോഴും ഇല്ല. ആളുകളിൽ ഇന്ന് ആ എനിക്ക് എന്റെ യേശു വേണം, യേശു മതിയെന്ന് പോലും പറയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. യേശു മാത്രം മതിയെന്ന് പലരും പറയുന്നില്ല. എന്റെ സോഴ്സ് യേശു. എന്താണ് ഈ ലിങ്ക് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? എല്ലാ സോഴ്സും എവിടുന്നാ വരുന്നത്? യേശുവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വീര്യം എന്ന് പറയുമ്പോൾ വേറെ ഒരു കാര്യവും ഒരു സോഴ്സും എന്നിലേക്ക് കയറാൻ പാടില്ല. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് വേദോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യത്തിൽ നിന്നാണ്, എന്റെ ഉറവുകളൊക്കെയും നിന്നിൽ നിന്നാണ്. എനിക്ക് വേറെ സോഴ്സ് വേണ്ട. അതൊരു ഭയങ്കര വീര്യത്തോടുകൂടെ, ഐ ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ്, ഐ നീഡ് ഓൺലി ജീസസ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല, സ്വർഗത്തിൽ എനിക്ക് നീ മാത്രമല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളത് നമ്മളൊക്കെ പറയും. പക്ഷെ അടുത്ത വാക്യം, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെറുതെ പറഞ്ഞാൽ പോരാ. അത് വേറെ ഒരു ആഗ്രഹവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാ ഫെയ്ത്തിന് വീര്യം ഉണ്ടാകുന്നത്, ഒരു വീര്യമുള്ള ഫെയ്ത്ത്. ഐ ഡോണ്ട് കെയർ വാട്ട് ഹാപ്പൻസ് ടു മീ ഇഫ് ദ വേൾഡ് ഈസ് അഗൻസ്റ്റ് മീ. ലോകം എനിക്കെതിരാണെങ്കിൽ, ലോകം എനിക്കൊന്നും റിസോഴ്സ് തരുന്നില്ലെങ്കിൽ, എനിക്ക് എന്തോ സംഭവിക്കുന്നു എനിക്ക് വിഷയമല്ല. ബിക്കോസ് എനിക്ക് ആരുണ്ട്? യേശുവുണ്ട്. എനിക്ക് യേശുവിൽ നിന്നുള്ളത് മതി. ഐ നീഡ് ഓൺലി ജീസസ്. അതാണ് വീര്യമുള്ള വിശ്വാസം. എനിക്ക് യേശു മാത്രം മതി എന്ന് പറയുന്നതാണ് വീര്യമുള്ള വിശ്വാസം. കർത്താവേ, എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്നതല്ല. യേശുവിനെ വേണമെന്ന് പറയുന്നത് വിശ്വാസമാണ്. പക്ഷെ എനിക്ക് യേശു മാത്രം മതി എന്ന് പറയുന്നത് എന്താണ്? വീര്യമുള്ള വിശ്വാസം. കാര്യം മറ്റൊന്നിനെയും ഞാൻ സ്വീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഒന്നിൽ നിന്നും റിസോഴ്സ് സ്വീകരിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ സകല സോഴ്സ് എവിടെ നിന്നായിരിക്കണം? യേശുവിൽ നിന്നായിരിക്കണം. ആണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. പണ്ട് ഗതികേടിന്റെ സമയത്ത് നമ്മൾ യേശുവിനെ ആശ്രയിച്ചിരുന്നു. പക്ഷെ കാര്യങ്ങൾ വന്നപ്പോൾ, പണ്ട് നമുക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ആരെ ആശ്രയിച്ചു? യേശുവിനെ ആശ്രയിച്ചു. പക്ഷെ കാര്യങ്ങൾ ഉള്ളപ്പോഴോ? പണ്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ യേശുവിനെ ആശ്രയിച്ചു. പക്ഷെ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായപ്പോഴും, പണ്ട് പണമില്ലാതിരുന്നപ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പക്ഷെ പണം ആയപ്പോഴോ? ആരോഗ്യമില്ലാതിരുന്നപ്പോൾ കർത്താവിനെ ആശ്രയിച്ചു. ആരോഗ്യം ഉള്ളപ്പോഴും പണം ഉള്ളപ്പോഴും ഇൻഫ്ലുവൻസ് ഉള്ളപ്പോഴുമാണ് വിശ്വാസത്തിന്റെ വീര്യം തെളിയിക്കപ്പെടേണ്ടത്. രോഗിയായി തീർന്നു, ഹോസ്പിറ്റലിൽ പോകാൻ പൈസയും ഇല്ലാത്തപ്പോൾ കർത്താവെ എന്ന് വിളിക്കുന്നതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്റെ ആരോഗ്യത്തിന്റെ സമയത്ത് യേശുവിൽ ആശ്രയിക്കുന്നതാണ് വീര്യമുള്ള വിശ്വാസം. പണം ഇല്ലാതിരിക്കുമ്പോൾ നീ സഹായിച്ചാലേ പറ്റൂ കർത്താവെ എന്ന് പറയുന്നതല്ല. പണം ഉള്ളപ്പോഴും യേശുവിൽ മാത്രം ആശ്രയിക്കുന്നതാണ്. ഇൻഫ്ലുവൻസ് ഉള്ളപ്പോഴും യേശുവിൽ മാത്രം ആശ്രയിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് വീര്യമുള്ള വിശ്വാസമാണ്. ഐ നീഡ് ഓൺലി ജീസസ്. ആ വീര്യത്തോടുകൂടെ എന്ത് വേണം? വീര്യത്തോടുകൂടെ പരിജ്ഞാനം വേണം. അതും വേണം. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, ചിലർക്ക് ഭയങ്കര വീര്യമാണ്, പക്ഷെ എന്തില്ല? പരിജ്ഞാനമില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയായിരുന്നു പത്രോസ്. പത്രോസിന് എന്ത് പറ്റി? യേശുവിനെ പിടിക്കാൻ വന്നപ്പോഴത്തേ, ആരാടാ എന്റെ യേശുവിനെ തൊടാൻ പോകുന്നത്? വാളെടുത്ത് ഒറ്റ വെട്ട്. ഇവന് വെട്ടാനുമൊന്നും അറിയത്തില്ല. അറിയാമായിരുന്നു ഈ കഴുത്തിൽ വെട്ടില്ല. ശരിക്കും വെട്ടാനുമൊന്നും അറിയത്തില്ല. പക്ഷേ വീര്യത്തിന്റെ കൂട്ടത്തിൽ എന്തില്ലാതായിപ്പോയി? പരിജ്ഞാനമില്ലാതായിപ്പോയി. അങ്ങനെ പരിജ്ഞാനമില്ലാതെ വീര്യം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിനകത്ത് അർത്ഥമില്ല. വീര്യത്തോടുകൂടെ എന്തുവാ വേണം? വീര്യത്തോട് പരിജ്ഞാനം വേണം. നമ്മൾ ചെയ്യേണ്ടതായ കാര്യമുണ്ട്, നമ്മൾ ചെയ്യരുതാത്തതായ കാര്യങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കേണ്ട സമയമുണ്ട്, സംസാരിക്കരുതാത്ത സമയങ്ങളുണ്ട്. 100 ഭാഷ സംസാരിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്
ഒരു ഭാഷയും സംസാരിക്കാതെ ചില സമയത്ത് നിൽക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഗുഡ് ടു ലേൺ മെനി ലാംഗ്വേജസ്, ബട്ട് ഇറ്റ് ഈസ് മോർ ഗുഡ് ടു സീ ദാറ്റ് ഈവൻ ദോ യു നോ മെനി ലാംഗ്വേജസ്, കീപ്പിംഗ് സൈലൻസ് ഇൻ സം പ്ലേസസ്. പല ഭാഷകൾ പറയാനുള്ള കഴിവെന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്, നല്ല കഴിവാണ്. പക്ഷേ സംസാരിക്കരുതാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് പല ഭാഷ അറിയാമെങ്കിലും ഒരു ഭാഷയും സംസാരിക്കാതിരിക്കുന്നതും അതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനം എന്ന് പറയുന്നത് സംസാരിക്കുന്നത് മാത്രമല്ല. ഞാനൊരിക്കൽ ഫേസ്ബുക്കിനകത്ത് എഴുതിയൊരു കാര്യമുണ്ട്, ടോക്കിംഗ് മച്ച് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് ഷോവിംഗ് വിസ്ഡം. അതല്ല, ഒത്തിരി സംസാരിക്കുന്നതല്ല ജ്ഞാനത്തിന്റെ ലക്ഷണം, അല്ലേ? ചില ആളുകൾ കയറി കഴിഞ്ഞാൽ ഭയങ്കര സംസാരമാണ്, മറ്റൊരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കത്തു പോലുമില്ല. അത് പരിജ്ഞാനമല്ല. പരിജ്ഞാനം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുകയും സംസാരിക്കരുതാത്തടത്ത് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. യേശു എത്രയോ സംസാരിച്ച ആളാണ്. പക്ഷേ പിലാത്തോസിന്റെ മുമ്പിൽ എന്താ നിന്നപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യുന്നില്ല? അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ അവൻ മിണ്ടുന്നില്ല. സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിച്ചാൽ മതി. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. അവിടെ പരിജ്ഞാനം ആവശ്യമാണ്. இயேசுவே உம்மை பாடுவேன், நான் நேசரே உம்மை போற்றுவேன். உலகத்தில் உதித்த உன்னதரே உம்மை என்றும் பாடிடுவேன். உலகத்தில் உதித்த உன்னதரே உம்மை என்றும் இயேசுவே உம்மை பாடுவேன், நான் நேசரே உம்மை போற்றுவேன். பரமனே உம்மை பாடுவேன், நான் என்றும் பாடிடுவேன். இயேசுவே உம்மை பாடுவேன், நான் நேசரே உம்மை போற்றுவேன். பாடுவேன்.